നമസ്കാരം. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അടിയന്തര സഹായം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടി വന്നാൽ വിളിക്കേണ്ട നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ പലരും ഇപ്പോഴും പറയാറുള്ളത് 100 എന്നാണ്. ശരിക്കും ഈ 100 പഴയ നമ്പറാണ്. ഇപ്പോഴത്തെ നമ്പർ 112 ഇതറിയാത്തവർ ഇപ്പോഴും നിരവധി പേർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അവർക്കെല്ലാവർക്കും വേണ്ടി ഒരു പുതിയ സന്ദേശമായിട്ടാണ് കഴിഞ്ഞ ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ ഒരു കാര്യം വെളിപ്പെടുത്തിയത്. കൊട്ടാരക്കര വാളകത്തുള്ള കെ ബി ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ വെച്ച് മന്ത്രിയെ ഒരു സ്ത്രീയോടൊപ്പം കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും താൻ ആ ചിത്രങ്ങൾ പകർത്തിയെന്നും തുടർന്ന് മന്ത്രിയുടെ പ്രശ്നം ഇഷ്ടപ്പെട്ടവർ തന്നെ ആക്രമിച്ച് ഈ മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നും അങ്ങനെ വല്ലാതെ പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ എൻ്റെ അടുത്ത ബന്ധു കൂടിയായ മുൻ DGP ആർ ശ്രീലേഖയെ വിളിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ 112 വിളിച്ചാൽ പോലീസ് സഹായം ലഭിക്കുമെന്ന് പറഞ്ഞുവെന്നും അങ്ങനെ 112 താൻ വിളിച്ചുവെന്നും പക്ഷേ പോലീസ് പാഞ്ഞെത്തി. പക്ഷേ വീട് ഏതാണെന്ന് മനസ്സിലായപ്പോൾ വന്ന സ്പീഡിന് പോലീസുകാർ മടങ്ങിപ്പോയി എന്ന് മാത്രമല്ല ബിന്ദു മേനോനോട് വന്ന പോലീസുകാർ ചോദിച്ച ചോദ്യം നിങ്ങൾ യാമിനി തങ്കച്ചിയാണോ എന്നായിരുന്നു. അതായത് കെ ബി ഗണേഷ് കുമാറിൻ്റെ ആദ്യ ഭാര്യ. അവർ വലിയ തോതിലുള്ള വിവാദം അന്ന് കെ ബി ഗണേഷ് കുമാറിനെതിരെ ഉന്നയിച്ചിരുന്നു. അതേ തുടർന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ രാജിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ വന്ന ആളുകൾക്ക് അതുപോലെ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പക്ഷേ 112 എന്നുള്ള നമ്പർ അങ്ങ് കയറി അങ്ങ് വൈറലാവുകയാണ്. 112 വിളിച്ചാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത്. ഏതായാലും കേരള പോലീസും ഈ 112 പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ അങ്ങ് ബോധവൽക്കരിക്കാൻ തന്നെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരള പോലീസിൻ്റെ മീഡിയ വിഭാഗം ഒരു FB പോസ്റ്റ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടിയന്തര ഘട്ട ജീവിതത്തിൽ വന്നാൽ അതിനായി നിങ്ങൾ 112 വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള ഈ പോസ്റ്റ് ഇപ്പോൾ സത്യത്തിൽ ഒരു കോമഡിയായി ട്രോളായി മാറിയോ എന്നുള്ളതാണ് സംശയം. പലരും ചോദിക്കുന്നത് ഒരു മന്ത്രിയുടെ ഭാര്യയെ നമ്പറിലേക്ക് വിളിച്ചിട്ട് വന്ന പോലീസുകാർ തിരിഞ്ഞോടി അത് മന്ത്രി സല്യൂട്ട് ചെയ്യേണ്ടി വന്നതിൻ്റെ കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. കൂടാതെ ഇതിനെ അങ്ങേയറ്റം കളിയാക്കുന്ന രീതിയിലാണ് പലരും അതിൻ്റെ കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും മന്ത്രിയെ ട്രോളുകയാണോ എന്നും ഇക്കൂട്ടത്തിൽ ചിലർ ചോദിക്കുന്നുണ്ട്. ഇതിൽ ചില കമൻറ്റുകൾ നമുക്ക് നോക്കാം. വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത സൂചിപ്പിക്കുന്നത്. പോലീസ് വന്ന് നോക്കിയിട്ട് മുങ്ങിയെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു പരാതിക്കാരി പരസ്യമായി പറഞ്ഞത്. ഒരാൾ പറയുന്നത് ബെസ്റ്റ് കോമഡി. മറ്റൊരാൾ മന്ത്രിമാരുടെ ഭാര്യമാർ ഒഴികെ എന്ന ക്ലോസ് ഉണ്ടോ? മന്ത്രിയെ ട്രോൾ ചെയ്ത നിങ്ങൾ നിയന്ത്രിക്കുന്ന സർക്കാരിൻ്റെ ഭാഗമായുള്ള മന്ത്രി എന്നല്ല പറഞ്ഞത് തലയ്ക്ക് വട്ടമുള്ളവരാണ് ഈ നമ്പറിലേക്ക് വിളിക്കുന്നത് എന്ന്. അത് മാത്രമല്ല ഇന്നലെ ഒരു മന്ത്രിയുടെ ഭാര്യയെ നമ്പറിൽ വിളിച്ച് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുങ്ങിക്കളഞ്ഞു എന്നാണല്ലോ പറയുന്നത്. മന്ത്രിയുടെ ഭാര്യയ്ക്ക് രക്ഷയില്ലെങ്കിൽ പിന്നെ നമ്മൾ വിളിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? വാളകത്ത് നിന്ന് ഒരു സ്ത്രീ വിളിച്ചിട്ട് സഹായം കിട്ടിയില്ല എന്നും പിന്നീട് അവർ സഹായത്തിനായി വിരമിച്ച മുൻ ADGP വിളിച്ചു എന്നും അവർ തന്നെ പറയുന്നു. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് ഈ വിധം സേവനമാണ് നൽകുന്നതെങ്കിൽ സാധാരണക്കാരുടെ ഗതി എന്താകും? പലരും ഇത്തരം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഏതായാലും ഈ 2 ദിവസങ്ങൾക്കിടയിൽ ഈ 112 എന്ന നമ്പറിന് വലിയ തോതിലുള്ള ഒരു സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോഴാണ് പലരും മനസ്സിലാക്കുന്നത് 112 വിളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പോലീസ് സഹായം ലഭിക്കുകയുള്ളൂ, പഴയതുപോലെ ഇന്ന് 100 വിളിച്ചിട്ട് കാര്യമില്ല എന്നുള്ള സത്യം ഇപ്പോഴാണ് പലരും മനസ്സിലാക്കുന്നത്. ഏതായാലും രാജ്യവ്യാപകമായി തന്നെ ഇപ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 112 എന്ന നമ്പറിലാണ് നമുക്ക് പോലീസ് സഹായം ആവശ്യമാണെങ്കിൽ വിളിക്കേണ്ടത്. ഏതായാലും മന്ത്രിപത്നിക്ക് ഒരു അനുഭവം ഉണ്ടായ മണിക്കൂറുകൾക്ക് തന്നെ കേരള പോലീസ് ഇത്തരത്തിലുള്ള ഒരു FB പോസ്റ്റ് ഇട്ടത് മന്ത്രിയെ ട്രോൾ ചെയ്തതാണോ എന്നാണ് പലരും ചോദിക്കുന്നതെങ്കിലും ഫലത്തിൽ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലേക്കായി മാറി എന്നാണ് പലരും പറയുന്നത്. പക്ഷേ എന്നാൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിലേക്ക് വിളിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലല്ലോ, മന്ത്രിയുടെ ഭാര്യയ്ക്ക് ഇതാണ് അനുഭവമെങ്കിൽ പിന്നെ ബാക്കിയുള്ളവൻ്റെ കാര്യം എന്തായിരിക്കും എന്നാണ്.